ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോണത്. ബാംഗ്ലൂരിക്കാണ് കേട്ടോ പോണത്. രാവിലെ 4 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് ഓരോ ചായ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിയമോള് എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ വണ്ടി കയറി ഉടനെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീലട്ടയ്ക്ക് ചായയൊക്കെ കാറക്കി കൊണ്ടുതന്ന്. പിന്നെ പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. 9 മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മസാല ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടോ. ഒരു ഉച്ചയ്ക്ക് 2:30-3 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായത്. ആദ്യം തന്നെ ജമന്തി തോട്ടത്തേക്കാണ് പോയത്. ഇപ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ എന്തിനാണ് വന്നതെന്ന്. അപ്പോൾ കടയ്ക്ക് ആവശ്യമുള്ള പൂവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സംസാരിക്കുന്നത് അവിടുത്തെ കർഷകരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തോട്ടം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മുഴുവനായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ. ഇതിൻ്റെ താഴെ തന്നെ ഇതിൻ്റെ ലൈറ്റ് യെല്ലോ കൂടെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ദിയമോൾ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഫോട്ടോഷൂട്ടിലാണ്. അപ്പോൾ ഞങ്ങളും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടോ കാണാൻ. ആദ്യമായിട്ടാണ് ജമന്തി തോട്ടം അങ്ങനെ കാണാൻ പറ്റണത്. ഇത് അതിൻ്റെ ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ റോസ് തോട്ടത്തേക്കാണ് കേട്ടോ പോണത്. ജമന്തി തോട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോകാൻ കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറ് നിർത്തി കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ തോട്ടത്തേക്ക്. അപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ അത്. ഈ കാണുന്നതാണ് റോസ് ഗാർഡൻ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. റെഡ് റോസാണ്, പനീർ റോസാണ്. അപ്പോൾ റോസൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ബാക്കിക്കും സൈഡിക്കും ഒക്കെ റോസ് തോട്ടം തന്നെയാണ് കേട്ടോ. അങ്ങനെ തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ബാംഗ്ലൂർ സിറ്റിക്ക് പോയി. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിമാർട്ടിക്കാണ് ഷോപ്പ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ്. മോളെ കണ്ടോ? മോള് എണീറ്റിട്ടൊന്നുമില്ല. നല്ല ഇറക്കാണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ദിയമോളെ. കൊണ്ടുട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ വേഗം ഗൈസ്. ദിയമോൾ ഇപ്പം എണീറ്റ് വന്നതാട്ടോ. അപ്പം ഞാൻ അവളെയും കൊണ്ട് ഒന്നും കൂടി ബാൽക്കണിക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് നമുക്ക് ഇഷ്ടമായോ അങ്ങനെ കാണാൻ? നല്ല ഇഷ്ടമായോ ഗൈസ്? അപ്പം ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് എല്ലാവരും കൂടി പോവുകയാണ്. കാർ എടുത്തിട്ടില്ല കേട്ടോ, നടന്ന് പോകണത്. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ കാർ എടുത്താൽ ബുദ്ധിമുട്ടാകുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ നടക്കണത്. റൂമെന്നൊരു ഏകദേശം 300 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കുകയാണ്. ദിയമോൾ കേട്ടോ. ദിയമോളെ ജസ്റ്റ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അത് കുറേ പൂക്കളൊക്കെ അവിടെ വെക്കുന്നുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാർക്കറ്റ് രാവിലെ 10 മണിക്കാണ് കേട്ടോ ഓപ്പൺ ആവുക. ഞങ്ങൾ 10 മണീൻ്റെ മുന്നേ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഴുവനായിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും വന്ന് പൂവൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൊത്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് കറങ്ങി കണ്ടു. ഇതൊക്കെ ചാക്കിലൊക്കെ വന്നിട്ടുള്ളത് ഓരോ പൂക്കളാണ് കേട്ടോ. പല വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ അവിടെ. നമ്മളവിടെ കാണാത്ത കുറേ പൂക്കളുണ്ടായിരുന്നു. അവിടെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ റോസിൻ്റെ വെറൈറ്റീസാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ. മാർക്കറ്റ് മാത്രം കണ്ടേയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് വേറെയും കുറേ തോട്ടങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അവിടെ കണ്ടിട്ട് വേഗം ഇറങ്ങി. പിന്നെ ഈ കാണുന്നത് കോഴിപ്പൂവാണ് കേട്ടോ. നിങ്ങളവിടെ എന്താ പറയാന്നറിയില്ല. കോഴിപ്പൂവിൻ്റെ തോട്ടമാണിത്. അപ്പം അങ്ങനെ വേറെയും കുറേ തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടിയും ചെയ്യുക. ബൈ.